വെൽക്കം ബാക്ക്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ അടുത്തുള്ള ഒരു ഗാർഡൻ സെൻറ്ററിലേക്ക് പോവുകയാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് 2 ഹാങ്ങിങ് പോട്ട് വാങ്ങിക്കണമായിരുന്നു, ഫ്ലവർ പോട്ട് വാങ്ങിക്കണമായിരുന്നു. ഫ്രണ്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാനാണ് കേട്ടോ. എല്ലാ സമ്മറിലും പോയി വാങ്ങിക്കുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ ഇത് മൊത്തം പെറ്റൂണിയയുടെ കളക്ഷൻസാണ്. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പെറ്റൂണിയാണ് ഈ ഉള്ളത്. അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പെറ്റൂണിയും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൂപ്പറാണ് ഇവിടുത്തെ കളക്ഷൻസ്. അതേപോലെ അവർ പിന്നെ നമ്മുടെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കത്തില്ല, നോക്കിയിരിക്കും. അതുപോലെ വിലയാണ് കേട്ടോ, ഭയങ്കര വിലയുമാണ്. പക്ഷേ ഞാൻ അത്രയും വില ഉള്ളത് എനിക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നടന്ന് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിന് $25 എന്നിട്ട് പോലും. അങ്ങനെ ഞാൻ അത് കൊണ്ടുവന്നു വെച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ഓട്ടമുണ്ട് കണ്ടിട്ട്, കാരണം ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ ഹാങ് ചെയ്തിട്ട് 2 സൈഡിലുമായിട്ട്. അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ. മറ്റൊന്നുമല്ല, എനിക്കിന്നും ഒരു ബൾക്ക് കുക്കിംഗ് ആണ്. ഇത് മീൻ കറി വെക്കണം, ക്യാബേജ് വെക്കണം, ചിക്കൻ ടിക്ക മസാല വെക്കണം. പിന്നെ ഞാൻ അരി അരയ്ക്കാനിട്ടിരിക്കുന്നു. നെയ്യപ്പത്തിനാണ് അരി അരയ്ക്കാനിട്ടിരിക്കുന്നത്. അതായത് നാളെ ഞങ്ങൾ 7 ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ആൽബർട്ടേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് സ്നാക്ക് ക്യാരി ചെയ്യാം, കാരണം കാനഡയുടെ അകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് സ്നാക്ക് കൊണ്ടുപോകാൻ ഫ്ലൈറ്റിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ അത് അരയ്ക്കാനിട്ടത്. പിന്നെ പോകുന്നതിന് മുമ്പ് വീട്ടിൽ കുറച്ച് കുക്കിങ്ങും കൂടെ ചെയ്യണം. അതിനായിട്ട് ആണ് മീനും ക്യാബേജും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സമയമില്ല, ധൃതി പിടിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ പല പല കാര്യങ്ങൾക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ക്യാബേജിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്യാബേജ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചോപ്പറിലിട്ട് അടിച്ചാണ് എടുത്തത്. വെറും ക്യാബേജ് അല്ല, അതിൻ്റെ കൂടെ ഞാൻ ബീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബീൻസും കൂടെ കുറച്ച് അരിഞ്ഞിട്ടു. ഞാൻ എപ്പോഴും വെക്കുമ്പോൾ 2-3 വെജിറ്റബിൾ ഒന്നിച്ചിട്ടുള്ള ഒരു തോരനാണ് എപ്പോഴും ഞാൻ വെക്കുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ പണി ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നാളായിട്ട് ഞങ്ങളിങ്ങനെ കുറേ ഫ്രണ്ട്സ്, ഞങ്ങൾ ഒരു 7 ഫ്രണ്ട്സ് കൂടെ ചേർന്ന് ഇങ്ങനെ പോകണമെന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു ഡീല് കിട്ടി. അപ്പോൾ അങ്ങനെ അങ്ങ് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ ഇടയിൽ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെക്ക് കുറച്ച് തോരൻ എടുത്തിട്ട് ബാക്കി ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഇട്ടതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീണ്ടും അത് ഇടുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇവിടെ. അതിലേക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മറ്റേ ടിക്ക മസാല കുറച്ചിടും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് യോഗട്ട്, കുറച്ച് മഞ്ഞൾ, ഇതെല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിക്കും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് റെഡ് കളർ വേണമെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചില്ലി പൗഡർ ഇടാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി പൗഡറും കൂടെ, കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടു. അപ്പോഴേ അതിൻ്റെ ഒരു റെഡ് കളറ് അങ്ങോട്ട് കാണത്തുള്ളൂ. ഈ കളറ് ചേർക്കണമെന്നുള്ളവർക്ക് കളർ ചേർക്കാം, അല്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതിൻ്റെ മാരിനേഷൻ കഴിഞ്ഞു. അടുത്ത ഞാൻ മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ ഞാൻ ഇന്ന് തേങ്ങ അരച്ചുള്ള കറിയാണ് വെക്കുന്നത്. അപ്പോൾ മീനിലും ഞാൻ കുറച്ച് ഇങ്ങനെ നമ്മുടെ മസാലകളെല്ലാം ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുളക് പൊടി അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ ഇട്ട് അതും ഒന്ന് മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ തിരക്ക് പിടിച്ചുള്ള ഒരു ദിവസമായിരുന്നു. ബറിയെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാം തീർന്നപ്പോഴത്തേക്കും രാത്രി 12 മണിയോളം ആയി കേട്ടോ, കാരണം അത്രയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പാക്കിംഗ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഇടയിൽ ഞാൻ പാക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു സാവകാശമൊന്നും കിട്ടിയില്ല. അങ്ങനെ ടിക്ക മസാലയുടെ ഗ്രേവി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ ഇതിലോട്ട് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഇവിടെ ചിക്കൻ ഷാലോ ഫ്രൈയും ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഗ്രേവിയിലോട്ട് നമ്മുടെ ചിക്കൻ ടിക്ക ചിക്കൻ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അത്രയേ ഉള്ളൂ. വലിയ പണിയൊന്നുമില്ല, പക്ഷേ എളുപ്പമാണ് ഇത് ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അവർക്ക് പിന്നെ പൊറോട്ടയോടെയും പിന്നെ നാൻ്റോടൊക്കെ കഴിക്കണം. അങ്ങനെ ചോറ് അധികം കുട്ടികൾ കഴിക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കും. അപ്പം ഞാനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരു 4 ഡേ ട്രിപ്പിനാണ് പോകണം കേട്ടോ. അപ്പം 4 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ അരപ്പും നടക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള. അപ്പോൾ ഇതിനെ അരച്ചിട്ട് ഇത് കുറച്ച് നേരം മാറ്റി വെക്കണം. അത് ഒരു 4-5 മണിക്കൂർ ഇരുന്നതിന് ശേഷം ഇത് നമുക്ക് ഇങ്ങോട്ട് പൊരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ശർക്കരയിലാണ് അരച്ചെടുത്തത്. അതിന് ശേഷം ഞാൻ എള്ള് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ്, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്കപ്പൊടി ഇട്ടു. പിന്നെ ജീരകം ഞാൻ ഇട്ടില്ല. ഞാൻ ജീരകം ഇടാൻ മറന്നുപോയി. പിന്നെ ലേശം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ റെസിപ്പി നോക്കിയാണ് ഞാൻ ചെയ്തത് കേട്ടോ. യൂട്യൂബിൽ നോക്കിയാണ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല നെയ്യപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നോക്കിയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മീൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അരപ്പ് തിളച്ച് വന്നപ്പോഴത്തേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്ത് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം റെസിപ്പി ഒന്നിൻ്റെയും കാണിക്കുന്നില്ല, പിന്നെ ആരെയും ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഫാസ്റ്റ് അടിച്ചെല്ലാം കളയാണ് കേട്ടോ. ഇതൊക്കെയായിരുന്നു പിന്നെ കുറേ കുക്കിംഗ്. ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി രാത്രി വരെ ഉള്ള ഒരു കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ രാത്രി ഒരുപാട് ഇരുട്ടിയതിന് ശേഷമാണ് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് നെയ്യപ്പം ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണയിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്താണ് എടുക്കുന്നത്. സാധാരണ നെയ്യപ്പം ചുടുമ്പോഴത്തേക്കും കുഴിയുള്ള പാത്രം വേണമെന്ന് പറയും. പക്ഷേ എൻ്റെ കയ്യിൽ കുഴിയുള്ള പാത്രം ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാൻ എടുത്ത് അതിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമില്ല അത് വന്നു. കാരണം ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് സോഡയോ പഴമോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അല്ലാതെ ഞാൻ ചെയ്തതാണ്. വലിയ കുഴപ്പമില്ലാതെ കണ്ടോ, തരക്കേടില്ലാതെ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കുറച്ച് നേരം എടുക്കും. ആ ഒരു പ്രോബ്ലമേ എനിക്ക് തോന്നിയുള്ളൂ. കാരണം കൂടെ നിന്ന് തിരിച്ചിട്ട് ഒക്കെ എടുക്കണം. അങ്ങനെ അതിനും ഒക്കെ ശേഷം എൻ്റെ മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയുടെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും തക്കാളിയൊക്കെ ഇട്ട് ഞാൻ അടച്ച് വയ്ക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ. അപ്പോൾ ഇന്ന് മിക്കവാറും ഉറക്കം നടക്കത്തില്ല. എങ്കിലും കുക്കിംഗ് എല്ലാം ഒരുവിധം കഴിഞ്ഞു. പിന്നെ ഇതിനൊക്കെ ശേഷം പിന്നെ അവിടുത്തെ കുറേ പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കാണിക്കുന്നില്ല. പിന്നെ അവസാനം ഞാൻ സ്റ്റൗവും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നു. ഇങ്ങനെ ഒരു ഹറിബറി ഉള്ള ഒരു വ്ളോഗായിരുന്നു ഇത്. കുറച്ച് കുക്കിങ്ങും നമ്മുടെ ഫ്ലവർ ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നാളെ രാവിലെ 11 o'clock ഞങ്ങൾ ഇറങ്ങുന്നത്. രാവിലെ ഇറങ്ങും. 11 o'clock നമ്മൾ എയർപോർട്ടിലെത്തണം. അപ്പോൾ സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. യാത്രാ വിവരങ്ങളും ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചതായതുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദെൻ ബൈ.